ദി കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഗുഡ് ഗേൾ സിൻഡ്രോമൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, മറ്റേ ആൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു പോയിന്റിൽ എത്തിക്കാൻ ആ ബുക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂറിങ് മൈ ഡിവോഴ്സ് ടൈം ആക്ച്വലി ആദിത്യയാണ് സജസ്റ്റ് ചെയ്തത് ഈ ബുക്ക് വായിക്കാനായിട്ട്. അന്ന് ഹി വാസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. ആ സമയത്ത് സജസ്റ്റ് ചെയ്തതാണ് മാർക്ക് മാൻസൻ്റെ ദി സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. സോ ദാറ്റ് ഓൾസോ ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ്. ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ്. പക്ഷേ ഫിക്ഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം ഫിക്ഷൻ വായിക്കാനായിട്ടാണ്. എനിക്ക് മലയാറ്റൂരിൻ്റെ യക്ഷി ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ്. ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളത് ആൾക്കാർ കുറച്ചും കൂടെ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു മാറ്റം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമുക്ക് മറ്റേ മനസ്സമാധാനമായിട്ട് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ള കാര്യമുള്ളൂ. മറ്റേ ആൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് സമാധാനമായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. വെറുതെ എന്തിനാ അവരെ ഇത് ചെയ്യുന്നത്? ഇച്ചിരി കൂടെ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യാമെന്നുള്ളൊരു സംഭവമുണ്ട്. ഞാനൊക്കെ എനിക്ക് തോന്നി തന്തവൈബിൻ്റെയും തള്ളവൈബിൻ്റെയും അറ്റത്തുള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം നോട്ട് എ സോഷ്യൽ പേഴ്സൺ. പിള്ളേരൊക്കെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ വിളിക്കുവാണെങ്കിൽ ഞാൻ അതിനകത്തൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം തന്നെ മറ്റേ എഴുതി തള്ളവൈബ് സാധനമായി. പക്ഷേ ഐ ട്രൈ ടു ബി എ പാർട്ട്. ഇപ്പം അത് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് നേരമൊക്കെ പിടിച്ച് നിൽക്കും. പക്ഷെ ഒരു 10:30 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം അവിടെയാണ്. പിന്നെ ആസ് എ മ്യൂസിഷ്യൻ ഉണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഫേസ് ഉണ്ടാവുമല്ലോ. വെസ്റ്റേൺ ഭയങ്കരമായിട്ട് റോക്ക് കേൾക്കുക, പോപ്പ് കേൾക്കുക, അങ്ങനത്തെ ഒരു സാധനം. സ്റ്റിൽ ഐ ലിസൺ ടു ദോസ്. കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ. അതെല്ലാം കേൾക്കും. പക്ഷേ കാർ ഓടിക്കുമ്പോൾ ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ, വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ, ഇങ്ങനെ ആ ഒരു മൂഡിലേക്ക് കയറിയിട്ടുണ്ട്. അതൊരു 30+ വന്നൊരു വ്യത്യാസമാണ്. ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഐ എം എൻജോയിങ്. മറ്റേ ഫേസ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ, ദാറ്റ്സ് ഫൈൻ. തന്തവൈബ് ഇസ് ഓൾസോ ഫൈൻ. ഒരു 30+ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ശാരീരികപരമായിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെന്നേ. നാടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ പണ്ടൊക്കെ ആരെങ്കിലും എല്ലാവരും കൂടെ സോഷ്യലൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു 2 hour ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇല്ല, കുളിക്കണം, എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. കാരണം അത്രയും എനർജി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. ഞാൻ ഒട്ടും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളല്ല. പറ്റുവാണെങ്കിൽ പുസ്തകം വായിച്ചിരിക്കുക എന്നുള്ള, മിണ്ടാതെ മൂലയ്ക്ക് ഇരിക്കുക എന്നുള്ള. ഈ ക്യാമറ കാണുമ്പോൾ സംസാരം ഉണ്ട്. പക്ഷേ ആൾക്കാരോട് സംസാരിക്കാനും വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രിഫർ ചെയ്യുന്നത് വീട്ടിലിരിക്കാനാണ്.